ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന് 41-ാമത്തെ വാക്യമാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. കർത്താവ് ഈ ഒരു കാര്യം പറയുന്ന സമയം ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഗത്സമന തോട്ടത്തിലേക്ക് പോവുകയാണ്. ഗത്സമന തോട്ടത്തിലേക്ക് പോയതിനു ശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ അല്പം മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കൂട്ടിക്കൊണ്ട് കർത്താവ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയിട്ട് അവരോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, 26-ാം അധ്യായത്തിന്റെ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും, ഞാൻ ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ നിറവേറുകയാണ്. ഇപ്പോൾ സെഖര്യാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറയാണ്, ഈ രാത്രിയിൽ ഇടയനെ വിട്ടും എൻ്റെ കൂടെയുള്ള ആടുകളെല്ലാം ചിതറിപ്പോകുമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. ഉടനെ പത്രോസ് പറഞ്ഞു, യേശു അവനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. പരമാർത്ഥത്തോടു കൂടി തന്നെ പറഞ്ഞ കാര്യമാണ്. എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ നിങ്ങൾ ഒരു നാളും ഇടറുകയില്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാരും അങ്ങനെ തന്നെ പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളി പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പത്രോസ് ഉടനെ പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് യേശു ഗത്സമനയിലേക്ക് ശിഷ്യന്മാരോട് അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു. അല്പം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ ഹൃദയം, അതിൻ്റെ 26-ന്റെ 37-38 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 26-ന്റെ 37-38 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ. കർത്താവിൻ്റെ ആ സമയത്തുള്ള കർത്താവ് ഒരിക്കലും ദുഃഖിച്ചോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടോ വ്യാകുലപ്പെട്ടിരിക്കുന്ന അവർ ഒരിക്കലും കണ്ടു കാണുകയില്ല. എന്നാൽ ആ സമയത്ത് ഇവിടെ ആ രാത്രിയിൽ കർത്താവ് ഇവരോട് പറയാണ്, അവൻ ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് യേശു കർത്താവിന് നന്നായിട്ട് അറിയാം. ഈ രാത്രിയിൽ അവനെ പിടിക്കും. അവൻ പരസ്യമായിട്ട് ശുശ്രൂഷിച്ചാണ് വന്നത്. എന്നാൽ ഒരു കള്ളനെ പിടിക്കുന്നത് പോലെ ഇരുളിൻ്റെ അധികാരത്തിന് താൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഒരു കള്ളനെ പിടിക്കുന്നത് പോലെ രാത്രിയിൽ വന്ന് തന്നെ പിടിക്കാനായിട്ട് പോവുകയാണ്. താൻ സ്നേഹിച്ച തൻ്റെ അരുമനാഥനായ ശിഷ്യൻ അനേക വീരപ്രവൃത്തികൾ താൻ കണ്ടതായിട്ടുള്ള, താൻ ദൈവമാണെന്ന് പൂർണ്ണമായിട്ടും അറിഞ്ഞും വിശ്വസിച്ചും കൂടെ ഉണ്ടായിരുന്ന യൂദാ ഇസ്കറിയോത്ത് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ തന്നെ ഒറ്റുകൊടുക്കാൻ പോവുകയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് താൻ ദുഃഖിതനായിട്ട് തീർന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ തൻ്റെ ഹൃദയം മരണവേദന പോലെ അതിദുഃഖിതമായി തീർന്നു. എന്താണ് കാരണം? പിതാവായ ദൈവം തന്നെ കൈവിടുവാനായിട്ട് പോവുകയാണ്. ഇതുവരെയും ഈ ഭൂമിയിൽ കർത്താവ് ഉണ്ടായിരുന്ന 33.5 വർഷം തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് മാത്രമേ താൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഗലീലായിൽ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞ് തീർന്നു പോയപ്പോൾ തൻ്റെ അമ്മയായിരുന്ന മറിയ തന്നോട് വന്ന് പറഞ്ഞു, കുഞ്ഞെ, ഇവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞു. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ നാഴികയായിട്ടില്ല. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം അറിഞ്ഞ് ചെയ്തിരുന്ന യേശു കർത്താവ്, അവർ തമ്മിലുള്ള കൂട്ടായ്മ ഇപ്പോൾ നഷ്ടപ്പെടുവാനായിട്ട് പോവുകയാണ്. അതറിഞ്ഞ് കർത്താവ് പറയുകയാണ്, പിതാവെ, കഴിയുമെങ്കിൽ മുന്നോട്ട് എന്ന് കവിണ്ണു വീണ്, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചു. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നീ ഇച്ഛിക്കുന്നത് പോലെ തന്നെ നടക്കട്ടെ എന്ന് കർത്താവ് അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇവരുടെ ശിഷ്യന്മാരോട് വന്നിട്ട് പറയുകയാണ്, പിന്നെ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ട് അവരോട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നീ വലിയ വീരവാദമെല്ലാം മുഴക്കിയല്ലോ. ഞാൻ ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറുകയില്ല, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളി പറയില്ല എന്നല്ല നീ പറഞ്ഞില്ലേ? എന്നോടുകൂടി ഒരു നാഴിക നേരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് അവൻ പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം. എന്താണ് കർത്താവ് ഇവിടെ പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥന? അതായത് വരാൻ പോകുന്ന ക്രൂശ് മരണത്തിന്റെ ഭയാനകതയാണോ?
താനൊരു കള്ളനെ പോലെ പിടിക്കപ്പെട്ട് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ആ ക്രൂശമരണത്തിന്റെ വേദനയാണോ? അതൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ പിതാവായ ദൈവം തന്നെ കൈവിടുവാനായിട്ട് പോവുകയാണ്. തൻ്റെ ദൈവം താനും പിതാവും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് വന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ലോകത്തുള്ള സകല മനുഷ്യരെയും പാപം യേശുക്രിസ്തുവിന്റെ മേൽ പിതാവായ ദൈവം ചുമത്തപ്പെടുമ്പോൾ, നീതിമാനായ ദൈവം നീതി നടപ്പാക്കാനായിട്ട് ശ്രമിച്ച് തൻ്റെ പുത്രനെ ബലിയായിട്ട് കൊടുക്കപ്പെടുമ്പോൾ, ഇപ്പോൾ ആ കൂട്ടായ്മ നഷ്ടപ്പെടുമെന്നുള്ള വേദനയിൽ, ആ ഫെലോഷിപ്പ് നഷ്ടപ്പെടുമെന്നുള്ള വേദനയിൽ കർത്താവ് പറയുകയാണ്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോണേ. ഒരിക്കലും ക്രൂശമരണമല്ല. കർത്താവിന് അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം സ്വർഗത്തിലെ പിതാവിനോട് 12 ലഗ്യോൻ ദൂതന്മാരെ ചോദിച്ചാൽ അയച്ചു കൊടുക്കില്ലേ? കർത്താവ് ചോദിക്കുന്നുണ്ട്. കാരണം പത്രോസ് ഇത് പറഞ്ഞു തീർന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അവർ വന്നു. പടയാളികളും ചേവകരും എല്ലാം വന്ന് കർത്താവിനെ പിടിക്കുവാനായിട്ട് വന്നു. അവനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പത്രോസ് ഒരു വാളെടുത്ത് വെട്ടി മൽക്കോസ് എന്ന് പറയുന്നവന്റെ കാതറുത്തു. കർത്താവ് ആ കാതെടുത്ത് അവിടെ തന്നെ വെച്ച് സൗഖ്യമാക്കിയിട്ട് പറഞ്ഞു, വാൾ ഉറയിലിടുക. എന്റെ പിതാവിനോട് ചോദിച്ചാൽ 12 ലഗ്യോനിലധികം ദൂതന്മാരെ എനിക്ക് അയച്ചു തരികയില്ലേ? ഈ പ്രശ്നത്തെ നേരിടാൻ എനിക്ക് സാധിക്കില്ല എന്നാണോ നിങ്ങൾ നിരൂപിക്കുന്നത്? ഈ പ്രശ്നത്തെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ എനിക്ക് കഴിയുകയില്ലേ? റോമൻ പട്ടാളം മൊത്തമായിട്ട് വന്നാലും അവരെ നേരിടുവാനുള്ള ദൂതന്മാർ എൻ്റെ കയ്യിലില്ലേ? ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 3000-നും 6000-നും ഇടയിലുള്ള യുദ്ധസന്നാഹമായ പട്ടാളമാണ്. യുദ്ധചേവകരും കുതിരകളും അടങ്ങിയ സൈന്യമാണ്. അങ്ങനെ 12 ലഗ്യോനെ ചോദിച്ച് എനിക്ക് തരികയില്ലേ? എന്നാൽ എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നടക്കും? തിരുവെഴുത്തുകൾ എങ്ങനെ നടക്കും? തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എങ്ങനെ നടക്കും? എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പുസ്തകത്തിനുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, പിതാവേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. സ്വർഗത്തിൽ ദൂതന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്ന കർത്താവായ ദൈവം തൻ്റെ സ്വർഗ സിംഹാസനങ്ങളെല്ലാം അവിടെ വിട്ടിട്ട്, ആ മഹിമയെല്ലാം അവിടെ വെടിഞ്ഞിട്ട്, കേവലം ഒരു മനുഷ്യനെ പോലെ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ ഇപ്പോൾ ദൈവമാണെന്ന് തെളിയിച്ച അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അവൻ ചെയ്തു. അപ്പോൾ ഇവരോട് ചോദിക്കുകയാണ്, നീ വാളെടുത്ത് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് തിരുവെഴുത്ത് നിവൃത്തിയാകുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തിരുവെഴുത്തുകൾ എങ്ങനെ നിവൃത്തിയാകും? പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം യേശുവിന്റെ ജീവിതത്തിൽ നിവൃത്തിയാകണ്ടേ? അതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. 26-ാം അധ്യായത്തിന്റെ അതിന്റെ 69 മുതൽ വാക്യങ്ങൾ. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനെ പത്രോസ്, ഞാൻ അവനെ അറിയുന്നില്ല, എനിക്ക് തിരിയുന്നില്ല, നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് തിരിയാതെ, എനിക്കറിയില്ല നീ എന്താണ് ഈ പറയുന്നതെന്ന്. കുറച്ചുകൂടെ അവൻ പടിവാതിൽക്കലേക്ക് നീങ്ങി പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെ ഉള്ളവരോട് പറഞ്ഞു, ഇവനും നസ്രായനായ യേശുവിനോട് കൂടെ ഉള്ളവനായിരുന്നു, ഇവനെയും വിടരുത് എന്ന് പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞു, രണ്ടാമതും ആണയോടെ തള്ളി പറഞ്ഞു, അതായത് അവൻ ആണയിട്ട് തള്ളി പറഞ്ഞു, ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞു. വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, നിന്റെ ഉച്ചാരണ ശുദ്ധിയിൽ ഒരു തെളിവ് വരുന്നുണ്ട്, നീ യേശുവിന്റെ കൂടെ നടന്നതിന്റെ ഒരു ലക്ഷണം നിന്റെ സംസാരത്തിൽ കാണുന്നുണ്ട്. ചന്ദനം ചാരിയവനെ മണത്താൽ ചന്ദനം മണക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. നീ യേശുവിന്റെ കൂടെ നടന്നതിനാലുള്ള ആ ഒരു ശബ്ദമൊക്കെ നിന്റെ അടുക്കൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് നീ അവനോട് കൂടെ ഉണ്ടായിരുന്നവനാണെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവൻ എന്ന് കർത്താവ് പറഞ്ഞ അതുകൊണ്ടാണ്. ഒരു പരീക്ഷ വരുവാനായിട്ട് പോകുന്നു. നീ യേശുവിനെ തള്ളി പറയാതിരിക്കുവാൻ, നീ യേശുവിനെ ഒറ്റ കൊടുക്കാതിരിക്കുവാൻ ഒരു പരീക്ഷ വരികയാണ്. അതിനു മുമ്പ് നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ ആ പരീക്ഷയിൽ അകപ്പെടാതെ ദൈവം നിന്നെ കാക്കുമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു നാഴിക നേരമെങ്കിലും എന്നോടുകൂടെ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. കർത്താവായ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോണം. അവിടെ എബ്രായലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാദിനം കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. കർത്താവ് വളരെ വേദനയോടെ നൊന്ത് കലങ്ങി മരണവേദനയിൽ പ്രാർത്ഥിച്ചു. കർത്താവിന് മറുപടി ലഭിച്ചു. പിതാവായ ദൈവം അവനെ ധൈര്യപ്പെടുത്തി, ദൂതനയച്ച് അവനെ ബലപ്പെടുത്തി, അവനെ ശക്തീകരിച്ചു. അങ്ങനെ കർത്താവ് അതിനെ അതിജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസ് ആ പരീക്ഷയിൽ വീണുപോയി, യേശുവിനെ തള്ളിപ്പറഞ്ഞു, കാര്യം തിരിച്ചു വന്നു. എന്നാൽ എത്രയോ ദുഃഖം അവൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. തൻ്റെ അരുമനാഥനായി താൻ തള്ളിപ്പറയുവാനും പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ കർത്താവ് നമ്മെ രക്ഷിച്ചു, നമ്മെ വീണ്ടെടുത്തു. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കും ഇതുപോലെ പരിശുദ്ധാത്മാവ് ചില പ്രേരണകളെ തരും. നിനക്കൊരു പരീക്ഷ വരുന്നുണ്ട്, നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ
ആ ഉറക്കത്തിൻ്റെ, ആ നിദ്രയുടെ ആ ഒരു സുഖം നിമിത്തം നാം ഉണർന്നിരിക്കാതെ ഇരുന്നാൽ ആ പരീക്ഷയിൽ നാം തോറ്റുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശുമരണം അനുഭവിച്ചു. നമ്മുടെ കഷ്ടങ്ങൾക്ക് വേണ്ടി അവൻ കഷ്ടം അനുഭവിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി അവൻ യാഗമരണം അനുഭവിച്ചു. അവൻ ക്രൂശിൽ നിലവിളിച്ചു, പിതാവായ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവം അവനെ കൈവിട്ട് കളഞ്ഞു. അതെ, മരണത്തിന്റെ പൊടിയിൽ ദൈവം അവനെ ഇട്ട് കളഞ്ഞു. നിത്യമായ നരകത്തിന്റെ ശിക്ഷാവിധിയിലൂടെ യേശുവിനെ പിതാവായ ദൈവം കടത്തിവിട്ടു. യേശു ക്രൂശിന്മേൽ കിടക്കുമ്പോൾ അത് യെരുശലേമിന് സമീപമായിരുന്നുകൊണ്ട് കടന്നു പോകുന്ന ജനക്കൂട്ടം എല്ലാം മന്ദിരം വിളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, എന്നാൽ ഞങ്ങൾ കണ്ട് വിശ്വസിക്കാമെന്ന് പറഞ്ഞ് അവനെ കളിയാക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ അതൊന്നും അവൻ കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ തന്നെ മൂപ്പന്മാരും ശാസ്ത്രിമാരും പരീക്ഷന്മാരും എല്ലാം അവനെ പരിഹസിച്ചു. അതൊന്നും അവൻ കാര്യമായിട്ട് എടുത്തില്ല. അത് കാര്യമായിട്ട് എടുത്തിരുന്നെങ്കിൽ അവൻ ഇറങ്ങി വരാമായിരുന്നു. എന്നാൽ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ ആ അപമാനത്തെ എല്ലാം അലക്ഷ്യമാക്കിയെന്ന എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു. എന്താണ് ആ സന്തോഷം? അതെ, ബേബി തോമസ് എന്ന് പറയുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ സ്വന്തം വകയായി തീർന്ന ദൈവത്തെ ആരാധിക്കുന്ന സന്തോഷം അവൻ കണ്ടപ്പോൾ ആ ക്രൂശമരണം അവൻ സന്തോഷത്തോടെ സഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഇന്നത്തെ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശം എന്താണ്? നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ഒരു യുദ്ധം വരാൻ പോകുന്നു, ഒരു യുദ്ധത്തെ നീ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മൾ ഉണർത്തുമ്പോൾ നാം അലക്ഷ്യമായി കളയല്ലേ. നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം വചന കേൾവി അതിന് മുഖാന്തരമായി തരട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചന ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയതും പ്രാണനെ ആത്മാവിനെ സന്ധ്യവഞ്ചകളെയും വേറൊരിക്കും വരെ തുളച്ചില്ലെന്നതായിട്ടുള്ള വചനമാണ് കർത്താവ്. വചനം കേട്ട ഓരോ ഹൃദയങ്ങളോട് നീ ഇടപെടണമേ. പിതാവായ ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്നല്ല ചെയ്തു പോയ നല്ല നാഥനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങ് വരുന്നവരെയും ഉണർന്ന് പ്രാർത്ഥിച്ചു മരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുക. അങ്ങ് വേഗം വരുമെന്ന് ഞങ്ങൾക്കറിയാം കർത്താവെ. അങ്ങ് വരുന്നവരെയും ഞങ്ങൾ ഈ ഭൂമിയിലെ ജീവിതം കർത്താവെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടു കൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥനയിൽ മുന്നേറിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ട ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. വിശേഷിച്ച ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണം, സഹായിക്കണം. അവരുടെ ആവശ്യങ്ങളുടെ മേൽ കൂടെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാം അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.